ഹായ് ഹലോ കൂട്ടുകാരെ, നമുക്കതാ ഇന്ന് അടിപൊളി ഒരു കൊഞ്ച് ഇട്ടിട്ടുണ്ട് കേട്ടോ. നല്ല പച്ച കൊഞ്ചാണ് കേട്ടോ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. അപ്പോൾ അതാ നമുക്കിത് കൊഞ്ച് ഇട്ടിട്ടുണ്ട്. ആ കൊഞ്ചിനെ നമുക്കിനി ഒന്ന് വറുത്ത് അരയ്ക്കണം. അപ്പോൾ അതുപോലെ തന്നെ ഈ കൊഞ്ച് എങ്ങനെയാണ് നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്നത് ചിലവർക്ക് അറിയത്തില്ല. അപ്പോൾ അതൊന്ന് നമ്മളൊന്ന് കാണിക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ തല ഇതുപോലെ ഒന്ന് എടുത്ത് അതിന് ശേഷം അതിൻ്റെ കാലിൻ്റെ ഭാഗത്ത് അത് മൊത്തം ഒന്ന് എടുക്കുകയാണ് കേട്ടോ. ക്ലിയറായിട്ട് നമുക്കിതിനകത്തുനിന്ന് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു വാലിൻ്റെ ഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ തന്നെ ബാക്കിയെല്ലാം ഇതുപോലെ പൊളിഞ്ഞു പോരും. അപ്പം അങ്ങനെ നോക്കി വേണം അത് നമ്മളൊന്ന് ചെയ്യാൻ. അപ്പോൾ പെട്ടെന്ന് നമുക്കത് പൊളിച്ചെടുക്കാനും പറ്റും. അപ്പം ഇതെല്ലാം നമുക്ക് ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. വളരെ എളുപ്പത്തിൽ നമുക്കിതൊന്ന് ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്കതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വരാം കേട്ടോ. അപ്പം അതിന് ഇനി ആവശ്യത്തിനുള്ള തേങ്ങ വേണം. അപ്പോൾ ആ തേങ്ങ പൊതിക്കുകയാണ് കേട്ടോ. തേങ്ങ പൊതിച്ചു. ഇനി തേങ്ങയൊന്ന് ക്ലീൻ ആക്കി ഒന്ന് എടുത്തതിന് ശേഷം അതുപോലെ അതിൻ്റെ ആ ഒരു ഇതൊന്ന് കളഞ്ഞതിന് ശേഷം നമുക്ക് തേങ്ങ പൊട്ടിക്കാം. നല്ല അടിപൊളി വെള്ളമായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ആയിരുന്നു. ഞാൻ കുടിച്ചിരുന്നു കേട്ടോ, നല്ല അടിപൊളിയായിരുന്നു. അപ്പം നമുക്ക് തേങ്ങ വെള്ളമൊക്കെ എടുത്തു, നമ്മൾ തേങ്ങ പൊട്ടിച്ച് അതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി തേങ്ങയും ചുരണ്ടി അതുപോലെ നമുക്ക് ഇനി എണ്ണച്ചട്ടി ചൂടാക്കി നമ്മൾ ചെയ്ത് വെച്ചിരുന്ന ആ തേങ്ങ നമുക്ക് എത്രമാത്രം വേണോ അതിനനുസരിച്ച് നമ്മുടെ തേങ്ങ നമ്മൾ ഇടുക കേട്ടോ. അരമുറി തേങ്ങ ഞാൻ ഇതിൽ ഇടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആ ഒരു ഇതിന് വേണ്ടി നമുക്കിടാം. നമ്മുടെ അരപ്പ് ചിലവർക്ക് അരപ്പ് കുറച്ച് മതിയായിരിക്കാം, ചിലവർക്ക് അരപ്പ് കൂട്ടി വേണമായിരിക്കാം. അപ്പോൾ അതനുസരിച്ച് നമ്മൾ തേങ്ങ അരപ്പ് ചേർക്കുക കേട്ടോ. അപ്പോൾ അത് അരച്ച് ചേർത്ത് ഇതുപോലെ അരപ്പ് ഇതുപോലെ റെഡി ആവുന്നുണ്ട്. അപ്പം അത് നല്ലൊരു ബ്രൗൺ കളറിലാവണം, അടിയിൽ പിടിക്കാനും പാടില്ല. ലോ ഫ്ലെയിമിൽ വേണം ഇടാനും കേട്ടോ. അപ്പോൾ ഇനി അതിനകത്ത് ആവശ്യത്തിനുള്ള മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി അതെല്ലാം കൂടി നമ്മൾ ഇതിനകത്തിട്ട് നമ്മുടെ കൊഞ്ച് ഇവിടെ ഇതുപോലെ റെഡി ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി അതിലേക്ക് നമുക്ക് ഒരു സവാള 2 പച്ചമുളക് എരിവിനനുസരിച്ചിടണം. അപ്പോൾ സവാള ഇതുപോലെ നൈസായിട്ട് വേണം കേട്ടോ അരിയാൻ. അപ്പോൾ കൊഞ്ചാണെങ്കിൽ വളരെ പെട്ടെന്ന് വേവുകയും ചെയ്യും. അതുകൊണ്ട് സവാള അരിയുമ്പോൾ ഇതുപോലെ ഇത്രയും നൈസായിട്ട് തന്നെ അരിയുക കേട്ടോ, അല്ലെങ്കിൽ 2 വേവിലായിട്ട് കിടക്കും. നമുക്കിനി എരിവിനനുസരിച്ച് അല്പം പച്ചമുളകും കൂടെ ഇട്ട് എടുക്കാം. അപ്പം അത് അത്യാവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്കിനി വേവിക്കാൻ വയ്ക്കണം. അപ്പം നമുക്കിനി അത് വേവിക്കാൻ വയ്ക്കാം കേട്ടോ. അപ്പം നമ്മുടെ തേങ്ങ ഇതുപോലെ ബ്രൗൺ കളറിൽ ഏകദേശമായിട്ടുണ്ട്. നമ്മുടെ കൊഞ്ചും ഇതുപോലെ ഒന്ന് സെറ്റായി വരുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ തടിയിൽ കയറി ഇതാവും. അപ്പോൾ നമ്മുടെ ആവശ്യത്തിന് ഉപ്പും കൂടെ ഒന്ന് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇട്ട് കൊടുത്ത് അതൊന്ന് മിക്സ് ചെയ്ത് എടുത്ത് വെച്ചു. അപ്പം നമ്മുടെ തേങ്ങ ബ്രൗൺ കളറിൽ ആയിട്ടുണ്ട്. അപ്പം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി അതും നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് മിക്സ് ചെയ്യുകയാണ്. അത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് നന്നായിട്ട് ഒന്ന് ആ ഒരു പൊടികളും ഒന്ന് മൂത്ത് ഒന്ന് വരണം അതിലേക്ക്. അപ്പം നമ്മുടെ കൊഞ്ച് ഇതുപോലെ ആയിട്ടൊന്ന് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ പാകമായിട്ട് വന്നിരിക്കുന്നത്. എല്ലാം സവാളയും എല്ലാം കൃത്യമായിട്ട് വെന്തിട്ടുണ്ട് കണ്ടോ, ഇതുപോലെ. അപ്പം നമ്മുടെ തേങ്ങ ഇതുപോലെ നമുക്ക് നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു 10-15 മിനിറ്റ് ഒന്ന് തണുക്കാൻ വെക്കണം. തണുത്തതിന് ശേഷം നമുക്കതിന് ഇത് മിക്സിയിലിട്ട് അടിക്കാം. ഇതുപോലെയാണ് നല്ല ക്രഞ്ചി ആയിട്ട് പോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം അത് അതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കത് മിക്സിയിലേക്ക് ഇടാം. മിക്സിയിലിട്ടതിന് ശേഷം നമുക്കതിൽ നിന്ന് നന്നായിട്ടൊന്ന് മഷി പോലെ അരച്ചെടുക്കണം. അപ്പോൾ അതിനുള്ളിൽ നമുക്ക് കുറച്ച് പുളി വേണം. അപ്പം വാളം പുളിയാണ്. അപ്പോൾ ആ പുളിയും കൂടെ ഇട്ട് നമുക്കിലേക്ക് അരച്ചെടുക്കണം കേട്ടോ. നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. മഷി പോലെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ കൊഞ്ച് അവിടെ റെഡി ആയിട്ടായിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരുന്ന അരപ്പും കൂടെയും ചേർത്തു. ഓൾറെഡി നമ്മുടെ തേങ്ങയെല്ലാം വെന്താണ് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിനി ഇത് പ്രത്യേകമായിട്ട് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം അത് റെഡിയായിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. ഇനി നമുക്ക് ചെയ്യേണ്ടത് കടുക് താളിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എണ്ണച്ചട്ടി ചൂടാക്കി അതിലേക്ക് എണ്ണ ഒഴിച്ച് കടുക് ഇട്ട് കറിവേപ്പില ഇടുക. കറിവേപ്പില അത്യാവശ്യത്തിന് ശേഷം നമ്മൾ ചെയ്ത് വെച്ചിരുന്ന ആ കൊഞ്ചിലേക്ക് നമുക്കിത് ഒഴിക്കാം. അപ്പം നമ്മുടെ ഈ കൊഞ്ച് ഇവിടെ റെഡി ആയിട്ട്, കൊഞ്ച് കറി, ഈ വറുത്തരച്ച കൊഞ്ച് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം എളുപ്പം നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പം അതുപോലെ എളുപ്പമാണ്, അതുപോലെ നല്ല ടേസ്റ്റാണ്. നമുക്കൊരു പറ ചോറുണ്ണാം, അത്ര നല്ല ടേസ്റ്റാണ്. അപ്പം ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് പറയുകയും കൂടെ ചെയ്യണം കേട്ടോ. അപ്പം എളുപ്പത്തുണ്ടാക്കാം. ഇത് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.